അങ്ങനെ ഇതാ കേരളത്തിൽ നിന്നും ഇതാ ഒരു മലയാളി സംഘം ഒരു മെഗാ ഷോ അവതരിപ്പിക്കുവാനായിട്ട് ജപ്പാനിൽ ആദ്യമായി കാലുകുത്തിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. എന്താണ് സുമേഷിന് പറയാനുള്ളത്? ജപ്പാനിൽ വന്നിട്ട് ജപ്പാൻകാരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ജപ്പാൻകാരാണെന്നാണ് അവരുടെ ധാരണ. ഇങ്ങനെ കുറെ ചളിയടിക്കാനൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറെ നേരമായി ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഇനി 5 ദിവസത്തൊക്കെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കുവാണ്. അപ്പൊ എന്തായാലും പ്രോഗ്രാം നന്നാവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അസകുസ ടെമ്പിളിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ജപ്പാനിലെ ബുദ്ധക്ഷേത്രത്തിൻ്റെ മുൻപിലല്ല, അതിൻ്റെ അകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിവിടുത്തെ ഭണ്ഡാരമാണ്. ഈ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതാ ഇവിടുത്തെ ഈ ഫ്യൂച്ചർ നോക്കാനുള്ള ഇവരുടെ വിശ്വാസമാണ്. നമ്മൾ പൈസ ഇട്ട് അതിൻ്റെ ഓരോ ഡ്രോയർ തുറന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചർ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഡ്രോയറാണ് അവർ തുറന്നത്. അവരുടെ ഫ്യൂച്ചർ അവർ നോക്കി വായിക്കുകയാണ്. പൈസ കൊടുത്തിട്ടാണ് ഇവർ ചന്ദനത്തിരികൾ വാങ്ങുന്നത്. ചന്ദനത്തിരികൾ ഇവിടെ വെച്ച് അവർ കത്തിക്കുന്നു. അതേ ചന്ദനത്തിരികൾ ഇതാണ്. സ്വദേശീയരും വിദേശീയരുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ്